നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 350. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 7-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. അപ്പോൾ ശ്ലോകം 24, അപ്യർവാവൃത്തയോ യസ്യ മഹിത്വം ആത്മഭൂവാദയാ യഥാമതി ഗൃണന്തി സ്മ കൃതാനുഗ്രഹ വിഗ്രഹം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, യാതൊരുവൻ്റെ മഹിമാവിഷയത്തിൽ പ്രവേശിക്കാത്ത ചിത്തിവൃത്തിയോടുകൂടിയവരാണെങ്കിലും, അതാ പ്രയോഗം ശ്രദ്ധിക്കണം, ബ്രഹ്മവാദികൾ അനുഗ്രഹത്താൽ സ്വീകരിച്ചിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയ ദേവനെ ബുദ്ധിവൃത്തിക്കനുസരിച്ച വിധത്തിൽ ഓരോരുത്തരുടെയും ബുദ്ധിവൃത്തിക്ക് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈശ്വരാധീനം ഉണ്ടാവുക. അപ്പോൾ വിധത്തിൽ സ്തുതിച്ചു. ഓരോരുത്തരുടെയും സ്തുതിക്ക് വ്യത്യാസമുണ്ട്. ഓരോരുത്തർ നാമം ചെല്ലുമ്പോഴും അതിൻ്റെ ധ്വനി, അതിൻ്റെ ബേസ്, അതിൻ്റെ സങ്കല്പം വ്യത്യാസം വരും. സങ്കല്പം നന്നായാൽ എല്ലാം നന്നായി. സങ്കല്പം നന്നാവണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഈ ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ മാഹാത്മ്യത്തെ അറിവാൻ കഴിയാത്തത് കൊണ്ട് ദേവന്മാർ അദോക്ഷജനായ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഈശ്വരനെ എങ്ങനെ സ്തുതിച്ചുവെന്ന ശങ്കയെ പരിഹരിക്കുന്നു. ബ്രഹ്മവാദി ദേവന്മാർക്കും യാതൊരുവൻ്റെ മാഹാത്മ്യത്തെ ശരിയായി അറിവാൻ സാധിച്ചിട്ടില്ലെങ്കിലും, എന്നിട്ടാണ് നമ്മൾ ബ്രഹ്മശ്രീ അല്ലെങ്കിൽ ഭാഗവത കോകിലം, ഭാഗവത രത്നം എന്നുള്ള പേപ്പർ, പിന്നെ എന്താണെന്നാ പറയുക, പേപ്പർ എന്താണെന്ന് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്, ഓരോ ടൈറ്റിൽസ് ഇടുന്നത്. ബ്രഹ്മവാദികൾക്ക് കൂടി അറിയാത്ത കാര്യം എനിക്കറിയുന്നു ഞാൻ എങ്ങനെയാണ് പറയുക? അതുകൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ബുദ്ധിയിൽ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം എത്രത്തോളമുണ്ടോ, ജ്ഞാനം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച വിധത്തിൽ സ്തുതിച്ചു എന്നർത്ഥം. അങ്ങനെ സ്തുതിച്ചേ കഴിയുള്ളൂ എന്ന് സിദ്ധാന്തിപ്പിക്കാൻ അവകാശം എന്തെന്നാൽ, അപ്പോൾ ദേവാദികൾക്ക് നേരിടുന്ന ആപത്തുകളെ തീർപ്പാനായിട്ടാകുന്നു നിർഗുണനായ ഭഗവാൻ ഗുണത്തെ അംഗീകരിച്ച് അവതരിക്കുന്നത്, കൃഷ്ണനായിട്ടും രാമനായിട്ടും. അപ്പോൾ സത്യത്തിൽ ഈശ്വരൻ ആരാ? നിരാകാരനാണ്. അതറിയാണ്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വിഗ്രഹം കയ്യിൽ എന്തിയിട്ട് എൻ്റെ ഉണ്ണിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. അവിടെയാണ് ഭക്തിയുടെ ച്യുതി വരുന്നത്, ഭക്തിയുടെ നാശം വരുന്നത്. പ്രശ്നയോ? അപ്പോൾ അതിനാൽ ഭഗവാന്റെ നേർക്കുള്ള ഭക്തിയെ യഥാമതി പ്രകാശിപ്പിക്കേണ്ടത് അവരവരുടെ കൃത്യമാകുന്നു. അല്ലാതെ കൊണ്ട് കൊല്ലത്തിലൊരു സപ്താഹത്തിന് മാത്രം പങ്കെടുത്തുകൊണ്ടായില്ല. സദാസേവ്യ. ഇനി 25, 26 ശ്ലോകങ്ങൾ വെവ്വേറെയാണ്, എന്നാലും 4 വരി ശ്ലോകങ്ങളെന്ന് പറയാനാണ് പുറപ്പെട്ടത്. 25, ദക്ഷോ ഗൃഹീതാർഹണ സാധനോത്തമം യജ്ഞേശ്വരം വിശ്വസൃജാം പരം ഗുരും സുനന്ദനന്ദാദ്യനുഗേർവൃതം മുദാ ഗൃണൻ പ്രഭേദേ പ്രയതകൃതാഞ്ജലി. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കാം. സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന പൂജാദ്രവ്യങ്ങളോടും ഉത്തമ പാത്രങ്ങളോടും കൂടിയിരിക്കുന്നവനും യാഗങ്ങളുടെ ഫലദാതാവും ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ പരമോപദേഷ്ടാവും സുനന്ദൻ, നന്ദൻ ആദിയായ ഭൃത്യന്മാരാൽ സേവിക്കപ്പെടുന്നവനുമായ ദേവനെ ദക്ഷൻ
അഞ്ജലിബന്ധം ചെയ്തവനായിട്ട് സന്തോഷത്തോടുകൂടെ സ്തുതിക്കുന്നവനായി വിനീതനായിട്ട് ശരണം പ്രാപിച്ചു. വിനീതത്വം വേണം, മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം 2 പാരഗ്രാഫിലാണ് പറഞ്ഞത്. ഇവിടെ ദേവാദികൾ മിക്ക പേരും ഓരോ വിധത്തിൽ അപരാധം ചെയ്തവരാകയാൽ സ്വ അപരാധത്തെ തീർക്കുവാനായിട്ട് എല്ലാ പേരും വെവ്വേറെ സ്വസ്ത്രം ചെയ്തതായിട്ട് പറയുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും അവരവരുടെ ദാഹത്തിന് വെള്ളം കുടിക്കണു, അവരവരുടെ വിശപ്പിന് ആഹാരം കഴിക്കണു. ഒരാൾ കഴിച്ചാൽ മതിയോ? അപ്പോൾ ഈ ഭാഗവതം എന്നുള്ളത് വ്യക്തിപ്രധാനമാണ്. അല്ലാണ്ട് സെമിറ്റിക് മതങ്ങളെ പോലെ ഒരു ഹാളിൽ വെച്ച് പറയേണ്ടതല്ല. സാധിക്കില്ല, നടക്കില്ല, കാര്യം നടക്കില്ല, ഫലമില്ല എന്നർത്ഥം. അപ്പോൾ സ്വസ്ത്രം ചെയ്തതായിട്ട് പറയുന്നു. അതിനാൽ അപരാധികളിൽ മുഖ്യനായ ദക്ഷൻ ചെയ്ത സ്തുതിയുടെ സ്വരൂപത്തെ ഒന്നാമതായി കാണിക്കുന്നു. പുരുഷോത്തമനെന്ന് വേദത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ഭഗവാൻ ശ്രീനാരായണൻ അനേകം ഭക്തന്മാർ സമർപ്പിച്ച സാധനങ്ങളുള്ള സൽപാത്രങ്ങളെ സ്വീകരിച്ചിരിക്കുന്ന ഭക്തവത്സലനും യാഗാദി കർമ്മങ്ങളുടെ ഫലങ്ങളെ യഥായോഗ്യം, അതാണ് ആസിറ്റീസ്, യഥായോഗ്യം പ്രദാനം ചെയ്യുന്ന സർവേശ്വരനും ബ്രഹ്മവാദികൾക്കും പരമോപദേശത്തെ ചെയ്യുന്ന പരമഗുരുവും സുനന്ദൻ നന്ദൻ മുതലായ ഭൃത്യന്മാരാൽ സേവിക്കപ്പെട്ടവനുമാകുന്നു. അപ്രകാരമുള്ള ഭഗവാന്റെ സന്ദർശനം നിമിത്തം സന്തോഷസമന്വിതയായ ദക്ഷൻ അഞ്ജലിബന്ധം ചെയ്ത് ഇന്ദ്രിയങ്ങളുടെ ചാപല്യത്തെ പ്രയാസപ്പെട്ട് പിടിച്ചടക്കിയിട്ട് വാക്കിനാൽ ഭഗവാനെ സ്തുതിക്കുകയും മനസ്സാ ശരണം പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സുകൊണ്ട് ശരണം പ്രാപിക്കണം, മനസ്സുകൊണ്ട് ദണ്ഡനമസ്കാരം ചെയ്യണം, മനസ്സുകൊണ്ട് പ്രദക്ഷിണം ചെയ്യണം. എന്താ ഒന്നും നഷ്ടം വരില്ല. ഇനി 26-ാമത്തെ ശ്ലോകം. ദക്ഷാ ഉവാചാം ശുദ്ധം സ്വധർമ്മൻ സ്വധാമ്യുപരദാഖില ബുദ്ധ്യവസ്ഥം ചിന്മാത്രമേകം അഭയം പ്രതിഷിധ്യമായാം തിഷ്ടസ്ഥതൈവ പുരുഷത്വമുപേത്യ തസ്യാം ആസ്തേ ഭവാൻ അപരിശുദ്ധൈവാത്മതന്ത്ര. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് വരുന്നത്? സ്വമഹിമാവിൽ ഉപരതയായ അഖില ബുദ്ധി അവസ്ഥയോടുകൂടിയവനും അഖില ബുദ്ധി അവസ്ഥയോടുകൂടിയവനും ശുദ്ധനും ഇച്ഛാശക്തിയെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യലല്ല, ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാ. അപ്പോൾ ഇച്ഛാശക്തിയെ നിരോധിച്ചിട്ട് ചിത്തു മാത്രമായും ഒന്നു മാത്രമായും ഭയമില്ലാതായും ഇരിക്കുന്നത് യാതൊന്നോ ആ വിധമായിരിക്കുന്നതായിട്ട് ആ ഇച്ഛാശക്തിയാൽ തന്നെ പുരുഷഭാവത്തെ സ്വീകരിച്ചിട്ട് ഇച്ഛാനുസരണം പ്രവർത്തിപ്പാൻ സമർത്ഥനായിരിക്കുന്ന പുരുഷോത്തമൻ പരിശുദ്ധനല്ലാത്തവനെന്ന പോലെ അതിൽ ആ മായയിൽ ഇരിക്കുന്നു. ഭഗവാൻ എന്തിലായിരിക്കണത്? മായയിൽ. അപ്പം മായയെ ഒഴിച്ചു നിർത്തിയാലാണ് യഥാ രൂപത്തിലുള്ള ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം ഒക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം ദക്ഷൻ സ്തുതിച്ചു. ഗുണത്രയങ്ങളുടെ സ്പർശനം പോലും ഇല്ലാത്തത് കൊണ്ട്. കാരണം എന്താ? പ്രകൃതിയുടെ ഗുണങ്ങളല്ല വേണ്ടത്, തുര്യാവസ്ഥ, എതുക്കും മേലെ, എല്ലാറ്റിനും മേലെ. അപ്പോൾ പരമപവിത്രവും ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന അവസ്ഥത്രയങ്ങളെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ നിരതിശയാനന്ദ മാത്രമായും സജാതീയ വിജാതീയ സ്വഗത ഭേദശൂന്യമായും, അതായത് ആർക്കും വേണ്ടിയിട്ടല്ല, യൂണിവേഴ്സൽ ട്രൂത്താണ്, നിർഭയമായിരിക്കുന്ന വസ്തു യാതൊന്നോ ആ ബ്രഹ്മവസ്തു നിന്തിരുവടിയാകുന്നു. അപ്രകാരമിരിക്കുന്ന ഭവാൻ ഇച്ഛാസ്വരൂപത്തിൽ വികാസത്തെ പ്രാപിച്ച മായയെ അംഗീകരിച്ചിട്ട് പരിശുദ്ധനല്ലാത്തവനോ എന്ന് തോന്നുമാറ് വിളങ്ങുന്ന ശരീരമുള്ളവനായതുകൊണ്ട് ജന്മാതി വികാരമുള്ളവൻ, പരിച്ഛിന്നൻ, ജഡൻ, അജ്ഞൻ
ദുഃഖി, സുഖി എന്ന നിലയിൽ ലോകത്തിൽ ക്രീഡിക്കുന്നു. സ്വരൂപമായ ആനന്ദത്തിൽ നിന്ന് തെറ്റാതെ ഈ വിധം കളിപ്പാനുള്ള സ്വാതന്ത്ര്യശക്തി നിന്തുരുവടിക്ക് സ്വാധീനമായിരിക്കുന്നുവെന്ന് സാരം എന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ ദക്ഷൻ്റെ കഴിഞ്ഞു. ഇനി ഋത്വിജ ഊജു. ഋത്വിക്കുകളെന്ന് പറഞ്ഞാൽ ദക്ഷിണ വാങ്ങി ദക്ഷിണ വേണ്ടി മന്ത്രപുരസ്കരം ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് ഋത്വിക്കുകൾ എന്ന് പറയുന്നത്. അവരെന്താ പറഞ്ഞത്? തത്വം നദേവയമനഞ്ജന മനഞ്ജന രുദ്രശാപാൽ കർമ്മണ്യവഗ്രഹതിയോ ഭഗവൻ വിദാമഹ ധർമ്മോപലക്ഷണമിതം ത്രിവിധധ്വരാഖ്യം ജ്ഞാതം യഥാർത്ഥമതിദൈവമതോ വ്യവസ്ഥ. അതിൻ്റെ വാക്കാർത്ഥം ഒന്നിനോടും ചേർച്ച കൂടാതെ ഇരിക്കുന്ന ഷഡ്ഗുണപൂർണ രുദ്രാംശമായ നന്ദിയുടെ ശാപം ഹേതുവായിട്ട് അങ്ങയുടെ പരമാർത്ഥ സ്ഥിതിയെ കർമ്മത്തിൽ തന്നെ ദുരാഗ്രഹമുള്ള ബുദ്ധിയോടുകൂടിയ ഞങ്ങൾ അറിയുന്നില്ല. നിഷ്കാമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ കർമ്മങ്ങളുടെ ഫലം സിദ്ധിക്കണമെന്ന് വാശി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ഏതൊന്നിന് വേണ്ടിയിട്ട് അതിദേവതകളോടുകൂടിയ ഈ മര്യാദകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവോ, യാഗം എന്ന പേരോടുകൂടിയതും ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നതും അതാണ്. ഇപ്പോൾ സപ്താഹം ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഭാഗവതത്തിൽ ഇല്ലാത്തതാണ് നമ്മൾ ഉണ്ണിയോട്ടും ഐശ്വര്യപൂജയൊക്കെ ചെയ്യുന്നത്. ഐശ്വര്യപൂർണനായ ഭാഗവതം, ഐശ്വര്യപൂർണനായ ഭഗവാനെ പറ്റി പറയുമ്പോൾ പിന്നെ വേറൊരു വിളക്ക് പൂജ എന്തിനാ? അതുകൊണ്ടാണ് ധർമ്മത്തെ വർദ്ധിപ്പിക്കുന്നതും 3 വേദങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്നതുമായ ഇത് അറിയപ്പെട്ടു എന്ന് പറഞ്ഞു. ഋത്വികൾ സ്തുതിക്കുന്നു. ഇനി ഭാവാർത്ഥം പറയണു. മായാകാര്യങ്ങളുടെ ബാധയില്ലാതെയും ജ്ഞാനാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞു വിരിക്കുന്ന ഹേ ദേവ, നന്ദികേശ്വരൻ്റെ ശാപം നിമിത്തം നിന്തുരുവടിയുടെ പരമാർത്ഥ നിലയറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നുപോയി. 3 വേദങ്ങളാൽ പ്രതിപാദിക്കപ്പെടുന്ന യാഗം എന്ന കർമ്മത്തിൽ മാത്രമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രവേശം സിദ്ധിച്ചിട്ടുള്ളൂ. അത് പോരാ. അതായത് എന്ന കർമ്മത്തിൽ മാത്രമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രവേശം സിദ്ധിച്ചിട്ടുള്ളൂ. ഇതിൽ ഒതുങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്തത്. റേച്ചൽസിൽ കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. നിഷ്കാമ കർമ്മം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, സ്വയം സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഞാൻ. അതിൽ നിന്ന് എന്ത് കിട്ടുന്നുള്ളത് ഇമ്മറ്റീരിയൽ, അല്ലാണ്ട് തന്നെ ഭഗവാൻ എൻ്റെ വേസ് ആൻഡ് മീൻസ് എനിക്ക് തരുന്നുണ്ട്. അതാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ ഇന്ന കർമ്മത്തിന് ഇന്ന ദേവത, അതിനെ ഇന്ന പദം അനുഷ്ഠിക്കണമെന്നുള്ള മര്യാദകളെ വേദപ്രയോക്താവായ നിന്തുരുവടി യാഗാദി കർമ്മങ്ങളെ നടത്തുവാൻ വേണ്ടിയിട്ടാണല്ലോ നിശ്ചയിച്ചത്. ഐഹികവും ആമുഷ്മികവും, അതായത് ഇഹവും പരവും ആയ ധർമ്മങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതായ ആ യാഗാദി കർമ്മങ്ങളെ മാത്രം അറിയുന്ന ഞങ്ങൾ, അതാണ് ഈ ആചാര്യന്മാരിൽ നിന്ന് ഞാൻ വേറെ നിൽക്കാൻ കാരണം. എനിക്ക് ലിമിറ്റില്ല. കാരണം എന്താ? എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത്, താൻ എന്തിനാ തൻ്റെ തല വേറൊരാളുടെ കക്ഷത്തിൽ വെച്ച് കൊടുക്കുന്നത്? അപ്പോൾ ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്ചർ. ഇതിലുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. പക്ഷേ ഇന്ന് നടക്കുന്ന സപ്താഹവേദിയിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. അതല്ല നടത്തിപ്പുകാരുടെ ഉദ്ദേശം. കാമനകളോട് കൂടിയിട്ടാണ് ഓഡിയൻസ് വരുന്നത്. അവർക്ക് പാട്ട് വേണം, ഡാൻസ് വേണം, കൂത്ത് വേണം, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നിന്തിരുവടിയുടെ സർവാത്മഭാവത്തെ അറിയാത്തത് കൊണ്ട്, അറിഞ്ഞങ്ങനൊന്നും ചെയ്യില്ല, അറിയാത്തത് കൊണ്ട് ചെയ്ത അപരാധത്തെ ക്ഷമിക്കണം. സർവാത്മാവാണ് നിന്തിരുവടി എന്ന് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണ് ഋത്വിക്കുകളെ ഭജിച്ചത്. ഇനി സദസ്യ ഊജുഹു, സദസ്സിലുള്ളവർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഉത്പത്യധ്വന്യശരണ ഉരുക്ലേശദുർഗേ അന്തകോ ഗ്രവ്യാളാനിഷ്ടേ വിഷയമൃഗതൃഷ്ണാത്മയോ ആത്മഗേഹോരുഭാര
ദ്വന്ദ്വശഭദ്രേ ദ്വന്ദ്വശബ്രേ ഘനമൃഗഭയേ ശോകദാവേജ്ഞസാർത്ഥ പാദോകസ്തേ ശരണദ കഥായാതി കാമോപസൃഷ്ട. നല്ലൊരു ഒന്നൊന്നര ശ്ലോകമാണ്. ശരണത എന്ന് പറഞ്ഞാൽ രക്ഷക, ഹേ രക്ഷക, രക്ഷാസ്ഥാനത്തോടു കൂടാത്തതും മഹാക്ലേശങ്ങളാൽ കടക്കുവാൻ കഴിയാത്തതും അന്തകനാകുന്ന ഉഗ്രസർപ്പത്തോടു കൂടിയതും ദ്വന്ദ്ങ്ങളാകുന്ന കുഴികളോട് കൂടിയതും. ഇപ്പോൾ നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ ദ്വന്ദ്ങ്ങളാണ്, കുഴികളാണ് ജാസ്ത, കുഴിയിൽ അകപ്പെടുന്നു അവിടെയാണ്. പിന്നെ ദുഷ്ടന്മാരാകുന്ന മൃഗങ്ങളുടെ ഭയത്തോടു കൂടിയതും ദുഃഖമാകുന്ന കാട്ടുതീയോടു കൂടിയുമായ സംസാരമാർഗത്തിൽ വിഷയങ്ങളാകുന്ന മൃഗതൃഷ്ണ നിമിത്തം ശരീരാഭിമാനം, ഗൃഹാഭിമാനം മുതലായ മഹാഭാരതത്തോടു കൂടിയും, മഹാഭാരം എന്നാണ്, ഭാരതമല്ല, മഹാഭാരത്തോടു കൂടിയും, മഹാഭാരം കാമത്താൽ പ്രേരിപ്പിക്കപ്പെട്ടുമിരിക്കുന്ന. അപ്പോൾ ഭഗവാൻ കാമങ്ങളെ അതിജീവിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ പ്രഭാവം കമ്മിയാവാൻ എന്ത് വേണം? കലിസന്ധരണ ഉപനിഷത്ത് നമ്മൾ ജപിക്കണം. വേറൊരാളെ കൊണ്ട് ജപിച്ചിട്ട് കാര്യമില്ല. ഈ തെക്കോട്ടൊക്കെ പോയാൽ അഖണ്ഡനാമമുണ്ട്. അഖണ്ഡനാമം സൺറൈസ് ടു സൺസെറ്റ്. ഈ രണ്ടാൾക്കാർ നിന്ന് പാടിക്കൊണ്ടിരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് ആരോഹണം അവരോഹണം സംഗീതാത്മകമായിട്ട് തബലയും കീബോർഡൊക്കെ വെച്ചിട്ടാണ് അവർ പാടുക. അതിനവർ കൂലി വാങ്ങി പൂജ ചെയ്യും. അതല്ല, നമ്മൾ സ്വയം വിളക്ക് കൊളുത്തി വെച്ച് നമ്മൾ പാടണം. എന്നാലാണ് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അത് വേറൊരാളെ ഏൽപ്പിക്കരുത്. അവരവരുടെ ദാഹത്തിന് അവരവർ വെള്ളം കുടിക്കണില്ലേ? അതേപോലെ. അപ്പോൾ പറഞ്ഞു, മൂഢജനസമൂഹം ഏതൊന്ന് അങ്ങയുടെ പാദങ്ങളെ എപ്പോൾ പ്രാപിക്കുന്നു? ചെയ്യുന്നില്ല എന്നർത്ഥം. അതായത് അങ്ങയുടെ പാദങ്ങളെ എപ്പോൾ പ്രാപിക്കുന്നു? ആരെ? മൂഢസമൂഹം. മൂഢസമൂഹം. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം. സദസ്സിലുള്ളവർ സ്തുതിക്കുന്നു, സ്വഭക്തന്മാരുടെ സർവഭയങ്ങളെയും തീർത്ത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൂല് കെട്ടണോ, ഏലസ് കെട്ടണോ? വേണ്ട. ഭഗവാന്റെ വാഗ്മയി സ്വരൂപം നമ്മളോട് പറയണു, സ്വഭക്തന്മാരുടെ സർവഭയങ്ങളെയും തീർത്ത് പരമാനന്ദ സ്വരൂപമായ പാദപത്മത്തെ വാസസ്ഥാനമായിട്ട് നൽകുന്ന കരുണാസിന്ധോ, ജന്മമരണാദി ക്ലേശയുക്തമായ സംസാരാരണ്യത്തിൽ സഞ്ചരിക്കുന്ന അജ്ഞാന സമൂഹത്തിൽ ഏതെങ്കിലും ഒരുവൻ നിന്തിരുവടിയുടെ കാരുണ്യ കടാക്ഷം സിദ്ധിക്കാതെ എപ്പോഴെങ്കിലും ആ കാട്ടിൽ നിന്ന് കരകയറുമോ? കരകയറണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനർത്ഥം അറിയണം. എന്നിട്ട് ഒരിക്കലും കയറുകയില്ല എന്നാണ് പറഞ്ഞത്. ആ കാട്ടിൻ്റെ ഭയങ്കരാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് കാണിപ്പാനായി സംസാരത്തിനും ഘോരമായ കാന്താരത്തിനും തമ്മിൽ സാദൃശ്യം കാണിപ്പാൻ വിശേഷണങ്ങളെ ഉപയോഗിക്കുന്നു. അസ്മിത, അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന 5 വിധ ക്ലേശങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനാൽ സുഖസഞ്ചാരമാർഗം ആ കാട്ടിൽ ഒരിടത്തുമില്ല. അന്തകനാകുന്ന ഉഗ്രസർപ്പം ഏതു ഭാഗത്തിൽ കൂടെ പോയാലും കടിക്കാതിരിക്കുകയില്ല. സുഖം, ദുഃഖം, വിശപ്പ്, ദാഹം, ശീതം, ഉഷ്ണം എന്ന ദ്വന്ദ്ങ്ങൾ ജോഡി ചേർന്നവരുടെ അവസ്ഥകൾ ആകുന്ന കുഴികളിൽ അവരവർ പെടുകയാണ്. വീഴാതെ സഞ്ചരിപ്പാൻ സാധ്യമല്ല. ദുർജനങ്ങളാകുന്ന വ്യാഘ്രാദി മൃഗങ്ങൾ നിമിത്തം ജീവനും ധനാദികൾക്കും രക്ഷയില്ല. ആദിവ്യാധി സ്വരൂപങ്ങളായ കാട്ടുതീ വ്യാപിക്കാത്ത സ്ഥാനവുമില്ല. നിസ്സാരങ്ങളായ സുഖങ്ങളെ അനുഭവിക്കാനുള്ള ആഗ്രഹത്താൽ ഈ 7 ദിവസം ഭഗവാൻ മായയെ കടക്കാൻ എന്ത് വേണമെന്ന് അറിയാതെ കണ്ട് ഐശ്വര്യപൂജ, വിളക്ക് പൂജ ചെയ്താൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? ഉണ്ണിയൂട്ട് രുക്മിണി പിന്നെ കല്യാണത്തിന് ബൊമ്മ എടുത്തവർക്ക് വേഗം കല്യാണം കഴിഞ്ഞ് ആരാ പറഞ്ഞത്? ഭാഗവതം പറഞ്ഞിട്ടില്ല. അതൊക്കെയാണ് അപശകുനങ്ങളായിട്ട് വരുന്നത്. പിന്നെ
അപ്പോൾ സ്വഗൃഹം, അതായത് അന്വേഷിച്ചുകൊണ്ടും സ്വശരീരം സ്വഗൃഹം എന്ന് അഭിമാനിക്കുന്ന ഭാരത്തെ വഹിച്ചുകൊണ്ടും ഈ സംസാരഘോരവനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അങ്ങയുടെ പാദമാകുന്ന രക്ഷാസ്ഥാനം ലഭിക്കണമെങ്കിൽ അങ്ങ് അവരെ കടാക്ഷിക്കുക തന്നെ വേണം. എത്ര ആൾക്ക് കടാക്ഷം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ദക്ഷയജ്ഞത്തിൽ ലഭിക്കാവുന്ന ലാഭത്തെ കാക്ഷിച്ച ഞങ്ങൾ ചെയ്ത അപരാധത്തെ, അതായത് ലാഭം നോക്കിയിട്ട് ആവരുത്, അതാ പറയാൻ കാരണം, അപരാധത്തെ ക്ഷമിച്ച് ഞങ്ങളെ രക്ഷിക്കണമെന്ന് സാരം. അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ ശിവഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ്. 29-ാമത്തെ ശ്ലോകം. തവ വരദ വരാംഗ്രാവിശേഷാഹാഖിലാർത്ഥേ ഹ്യഭി മുനിഭിരസക്തൈരാദരേണാർഹണീയ യതിരചിരധിയം മാ വിദ്യലോകോപവിദ്ധം ജപതി നഗണയേ തൽ ത്വൽപരാനുഗ്രഹേണ. എന്താ അതിനർത്ഥം? അഭീഷ്ടപ്രദ, എല്ലാ അഭീഷ്ടങ്ങളും തരുന്നവനെ, ഈ സംസാരത്തിൽ ആഗ്രഹത്താൽ സമസ്തതിക്കായി കൊണ്ടും താല്പര്യമില്ലാത്തവരാലും മുനികളാലും ആദരത്തോടുകൂടെ പൂജിപ്പാൻ യോഗ്യമായിരിക്കുന്ന അങ്ങയുടെ ഉത്കൃഷ്ടമായ പാദത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയ എന്നെ അജ്ഞജനം സദാചാരഭ്രഷ്ടനായിട്ടാണ് കരുതണതെന്നാണ് പറഞ്ഞത്. പറയുന്നുവെങ്കിലും അങ്ങയുടെ ഉത്കൃഷ്ടമായ അനുഗ്രഹത്താൽ അതിനെ ഞാൻ ഗണിക്കുന്നില്ല. ഈ ഒരവസ്ഥ വരണം. ഭാഗവതം പഠിച്ചാൽ ആരെന്ത് ശൂന്യം ആണെന്ന് പറഞ്ഞാലും അല്ല, ആരും ബോധിപ്പിക്കേണ്ട. ഉള്ളിലുള്ള പരമാത്മ ചൈതന്യം, പരബ്രഹ്മമൂർത്തി നമ്മൾക്ക് അനുഗ്രഹം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താണ് നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കണത്? ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രീ രുദ്രൻ സ്തുതിക്കുന്നു. ഭക്തന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ഹേ ഭഗവൻ, സകാമന്മാരാലും നിഷ്കാമന്മാരാലും അവരുടെ ഐഹികവും പാരത്രികവുമായ ഐശ്വര്യപ്രാപ്തിക്കും പരമകൈവല്യപ്രാപ്തിക്കും വേണ്ടി ഏറ്റവും ശ്രദ്ധയോടുകൂടെ പൂജിപ്പാൻ യോഗ്യമായിരിക്കുന്ന അങ്ങയുടെ പാദപത്മത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിവ്യാപാരത്തോടു കൂടിയ എന്നെ അതറിയാത്ത ജനസമൂഹം സദാചാരഭ്രഷ്ടനാണെന്ന് പറയുന്നുവെങ്കിലും ആ പറയുന്നതിനെ ഗണിക്കാതിരിക്കാനുള്ള ശക്തി എനിക്ക് ലഭിച്ചിരിക്കുന്നത് അങ്ങയുടെ പരമാനുഗ്രഹം നിമിത്തമാകുന്നു. അപ്പോൾ ശിവനെ അറിയണമെന്നുണ്ടെങ്കിൽ ശിവൻ്റെ ഈ അഭിപ്രായത്തെ നമ്മൾ മാനിക്കണം. ഇനി ഭൃഗുരുവാച, ഭൃഗു ഭഗവാനെ സ്തുതിക്കുകയാണ്. എങ്ങനെ? 30-ാമത്തെ ശ്ലോകം. യന്മായയാ ഗഹനയാ ബഹ്യതാത്മബോധ ബ്രഹ്മാദയസ്തനുഭൃതസ്തമസി സ്വബന്ധ ന ആത്മൻഷിതം തവ വിദന്ധ്യധുനാഭി തത്വം സോയം പ്രസീദതു ഭവാൻ പ്രണതാത്മബന്ധു. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയണത്, ആഴമേറിയിരിക്കുന്ന യാതൊരുവിൻ്റെ മായയാൽ അപഹരിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടുകൂടിയ ബ്രഹ്മാവ് തുടങ്ങിയുള്ള ജീവന്മാർ ആത്മാവിലിരിക്കുന്ന അങ്ങയുടെ തത്വത്തെ ഇപ്പോഴും അറിയുന്നില്ല. എന്നതിനാൽ അന്ധകാരത്തിൽ ഉറങ്ങുന്നവരായിരിക്കുന്നുവോ ഈ നിന്തിരുവടി പ്രസാദിക്കണമേ. നമസ്കരിക്കുന്നവരുടെ ആത്മാവും ബന്ധുവും നിന്തിരുപടിയാകുന്നു. അപ്പം നമസ്കാരം എന്നുള്ളതൊരു പ്രത്യേക കാര്യമാണ്. മനസ്സുകൊണ്ട് നമസ്കരിക്കൂ. ഭഗവാനെ ഞാൻ 1000 പ്രാവശ്യം, കോടി പ്രാവശ്യം നമസ്കരിക്കുന്നു. ആ ഭാവം വന്നാൽ മതി, രക്ഷപ്പെട്ടു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ഭൃഗു സ്തുതിക്കുന്നു. ഹേ ഭഗവൻ, അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമല്ലാതെ അന്യസാധനങ്ങളാൽ കടക്കുവാൻ കഴിയാതിരിക്കുന്ന മായാശക്തി. അപ്പോൾ സപ്താഹത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായോ? സപ്താഹം നമ്മൾ ഭഗവാനാൽ പറയപ്പെട്ടതും ഭഗവാനെ പറ്റി പറയപ്പെട്ടതും പഠിച്ചിരിക്കണം.
പഠിക്കാണ്ട് പറ്റില്ല. അപ്പോൾ ബ്രഹ്മവാദി ദേവന്മാരുടെയും ആത്മബോധം മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇപ്പോഴും അവർ അന്ധകാരത്തിൽ കിടന്നുറങ്ങുന്നവരായിരിക്കുമ്പോൾ എന്നെപ്പോലെയുള്ളവരുടെ കഥ പറയണമോ? സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ തന്നെ വസിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞാൽ പിന്നെ ഒരാൾ എങ്ങോട്ടും പോവില്ല. രാമേശ്വരത്ത് പോകേണ്ട ആവശ്യമില്ല, കാശിക്ക് പോകേണ്ട ആവശ്യമില്ല, അയോധ്യയ്ക്ക് പോകണ്ട, പിന്നെയോ എവിടേക്കും പോകണ്ട. കാരണം എന്താ? സകല ഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ ദേവൻ അത് അവരവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തത്വമസി അഹം ബ്രഹ്മാസ്മി ആയില്ലേ. അതുകൊണ്ടാണ് അങ്ങയുടെ തത്വത്തെ ആർക്കും അറിവാൻ കഴിയുന്നില്ല. അതിനാൽ അജ്ഞത നിമിത്തം ശിവസ്വരൂപനായ നിന്തിരുവടിയെ ഞാൻ നിന്ദിച്ചതിനെ അങ്ങ് പുറത്ത് അനുഗ്രഹിക്കണം. നമസ്കരിക്കുന്നവർക്ക് ഹിതോപദേഷ്ടാവായിരിക്കുന്ന പരമഗുരുവും അവരുടെ ആത്മാവും നിന്തിരുവടിയാണല്ലോ. അപ്പോൾ വിശേഷേണ ഗ്രഹിക്കേണ്ട വിഗ്രഹത്തെ സ്വന്തം ആത്മാവിൻ്റെ പ്രതിബിംബമായിട്ട് കരുതണ്ടേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിന് ജന്മം തന്ന അച്ഛനമ്മമാരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ആചാര്യനെ ബഹുമാനിക്കണ്ടേ? ഇനി ബ്രഹ്മോവാച, ബ്രഹ്മാവ് എങ്ങനെ സ്തുതിച്ചത്? 31-ാമത്തെ ശ്ലോകം. നൈതൽ സ്വരൂപം ഭവത അസോപദാർത്ഥ ഭേദഗ്രഹേ പുരുഷോ യാവദീക്ഷേത് ജ്ഞാനസ്യ ച അർത്ഥസ്യ ഗുണസ്യ ച ആശയോ മായാമായാദ്വ്യതിരിക്തോ യതസ്ത്വം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത് പദാർത്ഥങ്ങളുടെ ഭേദങ്ങളെ ഗ്രഹിക്കുന്നത് കൊണ്ട് പുരുഷൻ അങ്ങയുടെ ഈ തത്വത്തെ ഏതുവരെ കാണുന്നുവോ, അല്ലേ? പ്രതിബദ്ധത എങ്ങനെയാണ്? എല്ലാം കാണാൻ സാധിക്കണമെന്നാണ്. താവൽ സംസാരേ ഭ്രമതി, അതുവരെ സംസാരത്തിൽ ഭ്രമിക്കുന്നു. ഭഗവാനെ കണ്ടാലോ രക്ഷപ്പെടും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തിനും അർത്ഥത്തിനും ഗുണത്തിനും ആശ്രയമായിരിക്കുന്ന നിന്തിരുവടി മായാസ്വരൂപത്തിൽ നിന്ന് വേറിട്ടവനാകുന്നു. അപ്പം നമ്മുടെ ഈ അമ്മ ദൈവങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയെ മഹാമായാണത്. പക്ഷേ ഈശ്വരനെ നമ്മൾ വേണ്ട മാതിരി അഭികാമ്യതയോടുകൂടി മനസ്സിലാക്കണില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ബ്രഹ്മാവ് സ്തുതിക്കുന്നു എന്നുള്ള ഭാവാർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ എന്താ പറഞ്ഞത്? അന്യോന്യം വിഭിന്നങ്ങളായിരിക്കുന്ന ബാഹ്യപദാർത്ഥങ്ങളുടെ സ്വരൂപത്തെ മാത്രം കാണുന്ന സ്വഭാവം നിമിത്തം ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിനെ കാണാൻ നമുക്ക് അനുഗ്രഹം വേണം. സ്വഭാവം നിമിത്തം പുരുഷൻ ആ സകല പദാർത്ഥങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്ന നിന്തിരുവടിയുടെ പരമാർത്ഥ സ്വരൂപത്തെ, സച്ചിദാനന്ദ ലക്ഷണതയെ, എല്ലാവരെ കാണുമ്പോഴും സച്ചിദാനന്ദം വേണം. അല്ലാതെ കാശുള്ളവരെ കാണുമ്പോൾ മാത്രം, കാശില്ലാത്തവരെ കാണുമ്പോൾ വേറൊരു രൂപം, അങ്ങനെ വരുന്നത്. അപ്പോൾ ധരിക്കാതിരിക്കുന്നിടത്തോളം കാലം ജനന മരണങ്ങൾക്ക് അധീനനായിരിക്കേണ്ടി വരുന്നു. എപ്പോൾ ഭവതത്വത്തെ നന്നായി ധരിക്കുന്നുവോ അപ്പോൾ മുക്തനായി ഭവിക്കുന്നു. ഭഗവാൻ തൻ്റെ ഉള്ളിലാണെന്ന് അനുഭവിച്ച ഒരു നിമിഷമുണ്ട്, അതാണ് രക്ഷപ്പെടുത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുടെയും ഭൂമ്യാദികളായ പഞ്ചഭൂതങ്ങളുടെയും സത്വാദികളായ 3 ഗുണങ്ങളുടെയും ആശ്രയഭൂതനായിരിക്കുന്ന നിന്തിരുവടി മായാകാര്യമായിരിക്കുന്ന ജഡത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനാകുന്നുവല്ലോ. സച്ചിദാനന്ദ സ്വരൂപനായ നിന്തിരുവടിയെ സർവത്ര കാണുന്നവൻ പ്രപഞ്ചബന്ധത്തിൽ നിന്ന് വിട്ടിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? സച്ചിദാനന്ദം അനുഭവിക്കാൻ തുടങ്ങിയ പ്രപഞ്ചമില്ല പിന്നെ അവിടെ. പിന്നെ പറയണു പ്രപഞ്ചം നിന്തിരുവടിയെ ആശ്രയിച്ചിരിക്കുന്നു. ആധാരവും ആധേയവും ഒന്നല്ല. ആധേയമായ പ്രപഞ്ചത്തെ മാത്രം കാണുന്നവർ അതിൻ്റെ ആധാരഭൂതനായ അങ്ങയെ അറിയുന്നില്ല. സൈറ്റ് സീയിങ് പറയുന്നുണ്ടല്ലോ, അത് നിയന്ത്രിക്കുന്നത് ജഗദീശ്വരനാണ്. അദ്ദേഹത്തെ അറിയാണ്ട് സൈറ്റ് സീയിങ്ങിൽ എന്തിനാണ് ഭ്രമിക്കണത്? ഇന്നും പലവരും ഇന്നലെ
വാടാനംകുറിശി ബ്ലൂ ഡയമണ്ടിൽ ഒരു വിവാഹം, നമ്പൂതിരി പെൺകുട്ടിയുടെ വേളി. അപ്പോൾ എന്നെ കുട്ടിക്കാലം മുതൽക്ക് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, പൂജാരിമാർ, തന്ത്രിമാർ. അപ്പോൾ അവരോട് ഞാൻ സംവാദം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവർക്കുണ്ടാകുന്നൊരു സന്തോഷം. കാരണം എന്താ, ഞാൻ പറയണത് അവരുടെ ബുദ്ധിക്ക് മേലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈശ്വരൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പൂജ ചെയ്യുമ്പോൾ സ്വയം ആരാധനാമൂർത്തി പ്രോട്ടോക്കോൾ പ്രകാരം ബ്രഹ്മമായിട്ടാണ് നമ്മൾ പൂജ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവർ ദ്വൈതത്തിലല്ല, അദ്വൈതത്തിലാണ്. പക്ഷേ പിടിവാശിക്കാരായിട്ടുള്ള കാശിറക്കുന്ന ഭക്തർ ബുദ്ധിയില്ലാത്തവരാവുക കാരണം അവരുടെ ലെവലിലേക്ക് ഇവർക്ക് താഴേണ്ടി വരും. അതാണ് മോശമാവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനാൽ അവർ ബദ്ധന്മാരാകുന്നു. സർവാശ്രയനായ അങ്ങയെ അറിയുന്നവർ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാതത്വത്തെ അറിയുകയും അതുനിമിത്തം അതിൽ അഹന്താമമതഭാവങ്ങളെ വിടുകയും അങ്ങയെ സർവാത്മന ഭജിക്കുകയും ചെയ്യുന്നു. അവർ രക്ഷപ്പെടുകയും ചെയ്യണം. എനിക്ക് അങ്ങയുടെ ഭക്തി എപ്പോഴും ഉണ്ടായിരിക്കാൻ അനുഗ്രഹിക്കണം. സദ്രൂപനായ നിന്തിരുപടി തന്നെയാണ് ചരാചരാത്മകമായ ജഗത്തെന്നറിയാത്തത് കൊണ്ട് ഭേദദർശനമുണ്ടാകുന്നു. അങ്ങ് ഏകൻ മാത്രം, അങ്ങ് ഏകൻ മാത്രം സത്യം. അസത്തിൻ്റെ ആശ്രയമായ സത്യത്തെ അറിയുമ്പോൾ ഭിന്നമായിട്ടൊന്നുമില്ലെന്ന് അനുഭവപ്പെടുന്നു എന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.